വയനാട്ടിൽ കനാലിൽ വയോധികന്റെ മൃതദേഹം കണ്ടെത്തി. കടവയൽ കിഴക്കേക്കര ഗംഗാധരനാണ് മരിച്ചത്. തനിച്ച് താമസിച്ചിരുന്ന ഇയാളെ 2 ദിവസമായി കാണാനില്ലായിരുന്നു. ദീപക് മോഹൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ദീപക്, ഈ സംഭവത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? സുജയ, വാഴവറ്റ മൂർത്തിക്കുന്ന് പാലത്തിന് സമീപമുള്ള കാരാപ്പുഴ പദ്ധതിയുടെ അനുബന്ധ കനാലിലാണ് ഇന്ന് രാവിലെ ഈ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കിഴക്കേക്കര കടവയൽ ഗംഗാധരൻ എന്ന 65 വയസ്സുകാരന്റെ മൃതദേഹമാണ് കനാലിൽ നിന്ന് കണ്ടെത്തിയത്. രാവിലെ പ്രദേശവാസികൾ കണ്ടതിനെ തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. കൽപ്പറ്റയിൽ നിന്നുള്ള അഗ്നിശമന സേന സ്ഥലത്തെത്തിയാണ് മൃതദേഹം ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്. മീനങ്ങാടി പോലീസും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗംഗാധരന്റെ മൃതദേഹം കൽപ്പറ്റ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് അനുമാനിക്കുന്നത് രാത്രി ഈ വഴി ഈ കനാലിന് സമീപത്തുകൂടി വന്ന സമയത്ത് അബദ്ധത്തിൽ കാല് തെറ്റി കനാലിലേക്ക് വീണതാണോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും 2 ദിവസമായി ഇയാളെ കാണാനില്ലായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലൊന്നും ഇയാൾ എവിടെയാണെന്ന് വ്യക്തമായില്ല. എന്നാൽ ഇന്ന് രാവിലെ പ്രദേശവാസികളാണ് ഗംഗാധരന്റെ മൃതദേഹം ഈ കനാലിൽ കണ്ടത്. തനിച്ചു താമസിക്കുന്ന ഗംഗാധരൻ എങ്ങനെയാണ് കനാലിൽ വീണതെന്നതിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. ഏതായാലും ഇപ്പോൾ ഗംഗാധരന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ കൽപ്പറ്റ താലൂക്ക് ആശുപത്രിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുജയ. ഓക്കെ, ദീപക് മോഹനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.